My dear students, Dr. James Taylor രചിച്ച ലെക്ചേഴ്സ് ഓൺ ഹോമിയോപ്പതിക് മെറ്റീരിയ പഠിക്കുക എന്ന പുസ്തകത്തെ ആധാരമാക്കിയുള്ള ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. നമ്മൾ ഈ സീരീസിലെ 55ാമത്തെ ഈ എപ്പിസോഡിൽ തുജ ഓക്സിഡൻ്റാലിസ് എന്ന അധ്യായത്തിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സൾഫർ കഴിഞ്ഞ് സൾഫർ ചീഫ് ആൻറ്റിസോറിക്, അത് തുടർച്ചയായിട്ട് ചീഫ് ആൻറ്റി സൈക്കോട്ടിക്, ചീഫ് ആൻറ്റിസെഫ്ലിറ്റിക് അങ്ങനെയുള്ള റെമഡീസ് എന്നുള്ളൊരു ക്രമത്തിലേക്ക് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ആൻറ്റി സൈക്കോട്ടിക് റെമഡീസിൽ വളരെ പ്രധാനപ്പെട്ട തുജയാണ് നമ്മൾ ഈ എപ്പിസോഡ് മുതൽ നമ്മൾ പരിഗണിച്ചു തുടങ്ങുന്നത്. വളരെയധികം പ്രാധാന്യമുള്ള പ്രശ്നമാണ്. നമുക്ക് ഇതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. The general appearance of the Tuja subject, if he has a characteristic picture, is that of a waxy, shiny face. It looks as if it had been smeared over with grease and is often transparent. He is a sickly-looking individual, looks as if entering upon some cachexia. അപ്പോൾ ഒരു തുജ പേഷ്യൻറ്റിൻ്റെ ഒരു ഒറ്റ നോട്ടത്തിലുള്ളൊരു ചിത്രം വിശദീകരിച്ചുകൊണ്ടാണ് കെൻഡ് ഇത് ആരംഭിക്കുന്നത്. അപ്പോൾ അയാൾക്കൊരു തനതായൊരു രൂപം ഉണ്ടെങ്കിൽ അതിങ്ങനെയായിരിക്കും. എങ്ങനെയാണ്? മുഖം വളരെ വാക്സി, ഷൈനി, ഗ്രീസ് ഇട്ടതുപോലെ, ഗ്രീസ് തേച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കുമോ അങ്ങനത്തെ ഒരു ഷൈനി വാക്സി ഫേസ്. ഓഫൺ ട്രാൻസ്പെറൻ്റ് അത് വളരെ വെസ്റ്റേണേഴ്സിൽ നല്ല ഫെയർ കോംപ്ലക്ഷൻ ഉള്ളവരിൽ അത് മനസ്സിലാവും. ട്രാൻസ്പെറൻറ്റ് സ്കിൻ പോലെ ചിലത് തോന്നും, ഗ്ലാസി പോലെ തോന്നും. നമ്മുടെ നാട്ടിലങ്ങനെ എല്ലാവരിലും അങ്ങനെ കാണണമെന്നില്ല. പക്ഷേ ഹിസ് എ സിക്ലി ലുക്കിംഗ് ഇൻഡിവിജ്വൽ. കണ്ടു കഴിഞ്ഞാൽ ഇയാൾ തൊലി ഇങ്ങനെയാണ്, പക്ഷെ കാഴ്ചയിലൊരു രോഗിയെ പോലെ സിക്ലി ലുക്കിംഗ് ഇൻഡിവിജ്വലാണ്. എൻട്രിങ് അപ്പോൺ സം കാറ്റക്സിയ, അതായത് ശോഷിക്കുക, ശരീരം ശോഷിച്ച് രോഗങ്ങളൊന്ന് ക്യാൻസറോ TB-യോ ഇപ്പോൾ എയ്ഡ്സോ അങ്ങനെയൊക്കെ വന്ന് ശോഷിച്ച് ഒരു രോഗിയുണ്ട്, ഒരു സിക്കിലിയായിട്ടുള്ള രോഗി. ആ ഒരു ലുക്ക്, അതാണ് തുജ പേഷ്യൻ്റെ ഒരു ലുക്ക്. ദിസ് ഈസ് ഓഫൺ ദ കേസ് ഇൻ ദ സൈക്കോട്ടിക് കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ദ ക്യാൻസറസ് കാച്ചക്സിയ, വീക്ക്ലി, കാച്ചറ്റിക്, യെല്ലോവിഷ് ആൻഡ് ഓഫൺ വെരി പാലറ്റ്. പൊതുവെ നേരത്തെ പറഞ്ഞ പോലെ വളരെ വിളറി മഞ്ഞച്ചിരിക്കുന്ന പേഷ്യൻ്റ്, ക്യാൻസറസ് കാച്ചക്സിയ. ഇപ്പോൾ ക്യാൻസർ രോഗികളുടെയൊക്കെ ഒരു ലേറ്റർ സ്റ്റേജിൽ ആളാകെ ശോഷിച്ചിരിക്കുമല്ലോ, ശോഷിച്ച് കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ മരിക്കാൻ പോകുന്ന പോലെ അങ്ങനത്തെ ഒരവസ്ഥ. അതൊരു സൈക്കോട്ടിക് കണ്ടീഷനാണ്. ഇറ്റ്സ് ഓഫൺ ദ കേസ് ഇൻ സൈക്കോട്ടിക് കണ്ടീഷൻ. സൈക്കോട്ടിക് കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാവും, പലപ്പോഴും ഇങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാവും. ക്യാൻസർ ഒരു സൈക്കോട്ടിക് കണ്ടീഷൻ എന്നുള്ള കാര്യം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമല്ലോ. ദ സ്കിൻ മാനിഫെസ്റ്റ് മെനി സിംറ്റംസ്. ഒരു തുജ പേഷ്യൻറ്റിൻ്റെ സ്കിന്നിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് കെൻഡ് തുടങ്ങിയത്. അപ്പോൾ ഈ സ്കിന്നാണ് നിരവധി ലക്ഷണങ്ങളെ പ്രകടിപ്പിക്കുന്നത്. ദ പെർസ്പിറേഷൻ ഈസ് പെക്യുലിയർ, ഇറ്റ് ഈസ് സ്വീറ്റിഷ് ഇൻ ഓർഡർ ആൻഡ് സ്മെൽസ് ലൈക്ക് ഹണി, സംടൈംസ് ലൈക്ക് ഗാർലിക്, സ്ട്രോങ് ആൻഡ് പഞ്ചൻറ്റ്. അപ്പോൾ ഇയാളുടെ തുജ പേഷ്യൻ്റെ പെർസ്പിറേഷൻ വളരെ പെക്യുലിയർ ആയിട്ടുള്ള പെർസ്പിറേഷനാണ്. ഒരു തേനിൻ്റെ മണം, ഒരു സ്വീറ്റിഷ്, ഒരു മധുരമുള്ള സ്വീറ്റിഷ് സ്മെൽ. മൂക്കുകൊണ്ട് നമുക്ക് മധുരത്തെ അറിയാൻ പറ്റും, പക്ഷേ മധുരപദാർത്ഥങ്ങളിൽ തേന് പോലുള്ള മധുരപദാർത്ഥങ്ങളും ഉണ്ടാകുന്ന ഒരു പെക്യുലിയർ സ്മെല്ല്. ഗാർലിക്കിൻ്റെ സ്മെല്ല് അതത്ര ഇഷ്ടപ്പെടുന്നൊരു സ്മെല്ലല്ല. വെളുത്തുള്ളിയുടെ സ്മെല്ല് അത് പൊതുവെ ഇഷ്ടപ്പെടുന്ന സ്മെല്ലല്ല. പഞ്ചൻ്റ് സ്മെല്ലാകാം. അപ്പം അങ്ങനത്തെ ഒരു പെക്യുലർ സ്മെല്ലാണ് ഉള്ളത്. ഇനി അതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിച്ച് പറയുന്നത്, എ പഞ്ചൻ്റ് ഓർഡർ എമിനേറ്റ്സ് ഫ്രം ദ ജെനിറ്റൽസ്, സ്വീറ്റിഷ് ഹണി ലൈക്ക് ഓർഡർ ടു ദ സ്വീറ്റ് ഫ്രം ദ ജെനിറ്റാലിയ, ഹി സ്മെൽസ് ഹിസ് ജെനിറ്റൽസ്. അയാളുടെ സ്മെല്ല് എമിനേറ്റ് ചെയ്ത്, അയാളുടെ ഗന്ധം, ആ ശരീരത്തിൻ്റെ ഗന്ധം പുറപ്പെടുന്ന അയാളുടെ ജെനിറ്റൽസ് എന്നാണ്. അപ്പോൾ ജെനിറ്റൽസിൻ്റെ ഗന്ധമാണ് ആ പേഷ്യൻറ്റിൻ്റെ ഗന്ധമായിട്ട് വരുന്നത്. ഹണി ലൈക്ക് സ്മെല്ലായാലും പഞ്ചൻ സ്മെല്ലായാലും ഒരു വെളുത്തുള്ളിയുടെ സ്മെല്ലായാലും അയാളുടെ ജെനിറ്റൽസ്, ഹി സ്മെൽസ് ലൈക്ക് ജെനിറ്റാലിയ.
The odor is also like burned horn, burned feathers and burned sponge. ഒരു ഓർഗാനിക് സബ്സ്റ്റൻസസ്, ഇപ്പോൾ ഹോണ്, ഇപ്പോൾ പശുവിൻ്റെ മറ്റേ കൊമ്പ്, പക്ഷികളുടെ തൂവൽ, സ്പോഞ്ച്, ഇത്തരം സാധനങ്ങൾ കത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരു കാറ്റലിക് സ്മെല്ല്. ആ ഒരു സ്മെല്ല് ഇതെല്ലാം തന്നെ പിന്നെ പോളിമേഴ്സാണ്, ലോങ് പോളിമേഴ്സാണെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ചില പ്ലാസ്റ്റിക്കുകളൊക്കെ കത്തുമ്പോൾ സ്മെല്ലിനോടൊരു റിലേറ്റഡ് സ്മെല്ലാണ്. പോളിമർ, these എല്ലാം പോളിമേഴ്സാണ്. These peculiar strong odors are particularly present when there are figures upon the genitals such as tujacuars. ഉണ്ടോ? അപ്പോൾ തുജയെക്കുറിച്ച് നിങ്ങൾ കേട്ട് കാണും. ഈ അരിമ്പാറ, വാട്സിന്, ഹോൺ ലൈക്ക് ഗ്രോവ്സ്, ഇതിനൊക്കെ ഉള്ളൊരു മരുന്നായിട്ടാണ് പൊതുവെ ഒരു നാട്ടുനടപ്പനുസരിച്ച് തുജയെ ഉപയോഗിക്കുന്നത്. അപ്പോൾ അത്തരം സാധനങ്ങളിൽ ഉള്ള ജെനിറ്റൽസിൽ നിന്നുണ്ടാകുന്ന ഒരു പെക്യുലിയർ സ്ട്രോങ് ഓഡേഴ്സ്, അതാണ് ഈ തുജയുടെ സ്മെല്ല്. ദ സ്കിൻ ലുക്സ് അൺഹെൽത്തി എവരിവെയർ അബൌട്ട് ദ ബോഡി ആൻഡ് ദർ ഇസ് എ കോപ്പിയസ് സ്വെറ്റ് ഓൺ ഫസ്റ്റ് ഗോയിങ് ടു സ്ലീപ്പ് ലൈക്ക് ആഴ്സനിക്. അപ്പോൾ കെൻഡ് തനതായ ഒരു കമ്പാരിറ്റീവ് രീതിയിലേക്ക് വരികയാണ്. ആഴ്സനിക് പോലെ ആദ്യം ഉറങ്ങാൻ പോകുമ്പോൾ ഉണ്ടാകാറുള്ളൊരു വല്ലാതൊരു വിയർപ്പ്, അത് ഉള്ള ഒരു അൺഹെൽത്തി സ്കിന്നുള്ള ഒരു പ്രകൃതമാണ് തുജയുടേത്. ആഴ്സനിക്കുമായിട്ട് കൂടുതൽ കമ്പാരിസൺസ് വരുന്നുണ്ട്. If you had only the vaccines such as arsenic and tuja produce, you might prescribe arsenic. അപ്പോൾ ആഴ്സനിക്കിലും തുജയിലും ഉണ്ടാകുന്ന ഒരു വാക്സിനസ്, സ്കിന്നിൻ്റെ ഒരു വാക്സി അപ്പിയറൻസ് മാത്രമാണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ നിങ്ങൾ ഒറ്റ നോട്ടത്തിൽ തന്നെ ആഴ്സനിക്കിനെ പ്രിസ്ക്രൈബ് ചെയ്യും. ആഴ്സനിക് ഈസ് ഓഫൺ ദ അക്യൂട്ട് ആൻഡ് തുജ ദ ക്രോണിക്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ തുജ ആഴ്സനിക്കിൻ്റെ ക്രോണിക്കാണ്. യു റിമെമ്പർ ദാറ്റ് ആഴ്സനിക് ഈസ് യൂഷ്വലി എ ക്രോണിക് റെമഡി. അപ്പോൾ ഓർക്കുക, ആഴ്സനിക് എന്ന് പറയുന്നത് സാധാരണഗതിയിൽ ക്രോണിക് റെമഡിയാണ്. പക്ഷേ പിന്നീട് പറയുന്നുണ്ട്, സൈക്കോട്ടിക് കേസസിൽ ആഴ്സനിക്കിന് അങ്ങനത്തെ ഒരു ക്രോണിക് ആക്ഷൻ ഇല്ല. അവിടെ ആഴ്സനിക്കിനെ തുടർന്നുകൊണ്ട് തുജ വരും, അല്ലെങ്കിൽ പലപ്പോഴും ആഴ്സനിക്ക് കൊടുക്കേണ്ട സ്ഥാനത്ത് തുജയാണ് വേണ്ടി വരുന്നത്. അപ്പോൾ ആ ഒരു സൈക്കോട്ടിക് കണ്ടീഷനിൽ തുജയാണ് ക്രോണിക്, ആഴ്സനിക്കല്ല. എ പെക്യുലർ ആസ്മാറ്റിക് കണ്ടീഷൻ ഈസ് ഫൗണ്ട് ഇൻ സൈക്ലോസിസ് ആൻഡ് ആഴ്സനിക് അപ്പിയേഴ്സ് ടു ബി ഇൻഡിക്കേറ്റഡ് ഫോർ ദ സിംറ്റംസ്, ബട്ട് ഇറ്റ് ഓൺലി റിലീവ്സ്. ഇറ്റ് ഡസ് നോട്ട് കൺട്രോൾ ദ predisposition. It acts like aconite in acute diseases and only ameliorates for a moment. ഇതിൻ്റെ തനതായ ഒരു കമ്പാരിസൺ, പലതരം കമ്പാരിസൺ. അപ്പോൾ ആഴ്സനിക്ക്, തുജ, അക്കോണിറ്റ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഒരു പെക്യുലർ ആസ്മാറ്റിക് കണ്ടീഷനിൽ, അത് സൈക്കോസിസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പെക്യുലിയർ ആസ്മാറ്റിക് കണ്ടീഷനിൽ സിംറ്റംസ് നോക്കുമ്പോൾ ആഴ്സനിക്ക് അവിടെ യോജിക്കുന്നതായിട്ട് തോന്നാം. പക്ഷേ അത് റിലീവ് ചെയ്യുക മാത്രമേ ഉള്ളൂ. എന്തുകൊണ്ടാണ്? അത് ആ കണ്ടീഷനെ നിയന്ത്രിച്ച് സുഖപ്പെടുത്തില്ല. എന്തുകൊണ്ടാണ്? അത് ആ ഒരു പ്രീഡിസ്പോസിഷനെ കൺട്രോൾ ചെയ്യില്ല. ആ ഒരു രോഗിക്ക് ആ ഒരു സൈക്കോട്ടിക് ആസ്മയുടെ പ്രീഡിസ്പോസിഷൻ, അതിനോടുള്ള ഒരു ചായവ്, ഒരു ആഴ്സനിക് സൈക്കോട്ടിക് ആസ്മയോടുള്ള ആ രോഗിയുടെ ഒരു ചായവ്, ആ പ്രീഡിസ്പോസിഷൻ, അതിനെ കൺട്രോൾ ചെയ്യാൻ ആഴ്സനിക്ക് പറ്റില്ല. അതുകൊണ്ട് താൽക്കാലികമായ റിലീഫ് മാത്രമേ കിട്ടുകയുള്ളൂ. അതെങ്ങനെ? ആക്ട്സ് ലൈക്ക് അക്കോണിറ്റ് ഇൻ അക്യൂട്ട് ഡിസീസസ്. അക്യൂട്ട് ഡിസീസിൽ അക്കോണൈറ്റം പ്രവർത്തിക്കുന്നു. അപ്പോൾ അക്കോണൈറ്റിൻ്റെ ആക്ഷനെ കുറിച്ച് കൂടി ഇവിടെ കെൻഡ് സൂചിപ്പിക്കുകയാണ്. ഇറ്റ് ഓൺലി അമീലറേറ്റ്സ് ഫോർ എ മൂമെൻറ്റ്. ഒരു നിമിഷത്തേക്ക് മാത്രമേ അക്കോണൈറ്റ് കൺട്രോൾ ചെയ്യുള്ളൂ. വളരെ കൊടുങ്കാറ്റ് പോലെ, ഒരു പ്രചണ്ഡ മാരുതൻ പോലെ വരുന്നൊരു അക്യൂട്ട് കണ്ടീഷനെ അക്കോണൈറ്റ്
താൽക്കാലികമായിട്ട് ശമിപ്പിക്കും. അതുപോലെ മാത്രമേ ഈ സൈക്കോട്ടിക് നേച്ചറുള്ള ആസ്മയെ ആർസനിക്കും കൺട്രോൾ ചെയ്യുള്ളൂ. അപ്പം ഇങ്ങനെ ഒരു നെറ്റ്വർക്ക് പോലെ ഒരു വളരെ സിമ്മട്രിക്കായിട്ട് പല പല ഔഷധങ്ങളെക്കുറിച്ച് പല പല തലങ്ങളിൽ, മയാസ്മാറ്റിക് തലങ്ങളിൽ, അതിൻ്റെ ഡെപ്തിൻ്റെ തലങ്ങളിൽ, സ്കോപ്പിൻ്റെ തലങ്ങളിലൊക്കെ ഇങ്ങനെ കമ്പയർ ചെയ്ത് പോകുന്നുണ്ട്. ഈ പുസ്തകത്തിൻ്റെ ഞാൻ വീണ്ടും പറയുകയാണ്, കെൻറ്റിൻ്റെ ലെക്ചേഴ്സ് ഓഫ് മെറ്റീരിയ മെഡിക്ക എന്നുള്ള പുസ്തകത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഗുണം അതാണ്. നിങ്ങൾക്കൊരു ഒരു ഒരു കേസ് വരുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട പല മരുന്നുകളും മനസ്സിൽ വരും. അപ്പോൾ ഇതേപോലുള്ള സാഹചര്യങ്ങൾ ആർസനിക്കാണെന്ന് തോന്നിയാലും അത് ടെമ്പററി റിലീഫേ കിട്ടുള്ളൂ. മറ്റു ചില കേസിൽ അക്കൗണ്ടാണെന്ന് തോന്നിയാലും അത് ടെമ്പററി റിലീഫേ ഉള്ളൂ. അപ്പോൾ ഇത്തരം ഔഷധങ്ങൾ കൊടുത്താലും അടുത്തൊരു മരുന്നിനെക്കുറിച്ച് ചിന്തിക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ എല്ലാം കോറിലേറ്റ് ചെയ്ത് പലതരം ഔഷധങ്ങളെ കോറിലേറ്റ് ചെയ്ത് ചിന്തിക്കാനുള്ള ഒരു കേപ്പബിലിറ്റി ഡെവലപ്പ് ചെയ്ത് വരും. ഈ ഒരു പുസ്തകത്തെ നിങ്ങൾ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ആ ഒരു കേപ്പബിലിറ്റി നിങ്ങൾ ഒരു മരുന്നിന് മാത്രം ആശ്രയിച്ചുള്ള അല്ലെങ്കിൽ കീനോട്ടിനെയൊക്കെ ആസ്പദമാക്കി പോയി കഴിഞ്ഞാൽ ഒരു പരിധിക്കപ്പുറം പോകാതെ വരുമ്പോൾ എങ്ങനെ ആ കേസിനെ മാനേജ് ചെയ്യണം, അങ്ങനെ ഒരു കോറിലേറ്റഡ് സ്റ്റഡിക്ക് നല്ലൊരു ബേസിസാണ്. ആസ്മാറ്റിക് ആൻഡ് മെനി അതർ സൈക്കോട്ടിക് കണ്ടീഷൻസ് seem to call for arsenic, but it will do nothing but palliate. The constitutionality is not reached by arsenic. Its fundamental symptoms are not similar. അപ്പോൾ ആസ്മ എന്ന് പറയുന്നൊരു സൈക്കോട്ടിക് കണ്ടീഷനാണ്, അതൊരു പാഠം. അപ്പം അത്തരം കാര്യങ്ങളിൽ ആർസനിക്ക് വേണമെന്ന് തോന്നിയാലും എനിക്കറിയാം ഒരുപാട് ആർസനിക് ആസ്മാറ്റിക് ആളുകളെ ആർസനിക്ക് പതിവായിട്ട് കഴിക്കുന്നവർ എനിക്കറിയാം. ആർസനിക്കൊരു സന്തോഷം എന്ന രീതിയിൽ, പക്ഷേ അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷണാലിറ്റിയെ ആർസനിക്ക് ടച്ച് ചെയ്യില്ലെന്നൊക്കെ എനിക്ക് പറയുന്നത്. ആസ്മ എന്ന് പറയുന്നത് ഒരു സൈക്കോട്ടിക് കണ്ടീഷനാണ്. അതിൻ്റെ അടിസ്ഥാന സ്വഭാവത്തെ ആർസനിക്ക് ടച്ച് ചെയ്യില്ല. കാരണം ആർസനിക്കൊരു ക്രോണിക് റെമഡി ആണെങ്കിൽ പോലും സൈക്കോസിസിൻ്റെ കാര്യത്തിൽ അതിനൊരു ക്രോണിക് നേച്ചർ ഇല്ല. സൈക്കോസിൻ്റെ ഡെപ്തിലേക്ക് പോകാമെന്നൊക്കെ ഒരു കോൺസ്റ്റിറ്റ്യൂഷണാലിറ്റി ആർസനിക്കിലില്ല. അതുകൊണ്ടാണ് ഈ പറയുന്നത് ആസ്മയുടെ ഒരു കോൺസ്റ്റിറ്റ്യൂഷണാലിറ്റി, ആസ്മയുടെ ഒരു അടിസ്ഥാന സ്വഭാവം ഒരു പേഷ്യൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗമായിട്ട് വരുന്നൊരവസ്ഥ, അങ്ങനെ ഒരു അവസ്ഥയിൽ അതിനെ തൊടാൻ ആർസനിക്ക് പറ്റില്ല. അതുകൊണ്ടാണ് ഇറ്റ്സ് ഫണ്ടമെൻ്റൽ സിംറ്റംസ് ആർ നോട്ട് സിമിലർ. ഉണ്ടോ, ആർസനിക്കിൻ്റെ ഉപരിപ്ലവമായ സൂപ്പർഫ്ലൂസായിട്ടുള്ള സിംറ്റംസ് സിമിലറാണെന്ന് തോന്നിയാലും ആർസനിക്കിൻ്റെ ഫണ്ടമെൻ്റൽ സിംറ്റംസ് ആസ്മയുടെ സൈക്കോട്ടിക് ആസ്മയുടെ ഫണ്ടമെൻ്റൽ അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ സിംറ്റംസുമായിട്ട് സിമിലർ അല്ല. അതാണ് അതിൻ്റെ പാഠം. അതിൻ്റെ ഫൾക്രം എന്ന് പറയുന്നത് ഇത് തമ്മിൽ സിമിലർ അല്ല. അതുകൊണ്ട് ആർസനിക്കിന് അതിനെ റാഡിക്കൽ ക്യൂർ കൊടുക്കാൻ പറ്റില്ല. ഇൻ സിഫിലിസ് ആൻഡ് സോറ ആർസനിക് acts a long time and eradicates the complaints when similar to them, but it is not similar to psychosis. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം, സോറയുടെയും സിഫിലിസിൻ്റെയും കാര്യത്തിൽ അതിൻ്റെ ഡെപ്തിലേക്ക് ആർസനിക്ക് പോകും. കാരണം അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷണാലിറ്റിയുമായിട്ട് ആർസനിക്കിൻ്റെ ഫണ്ടമെൻ്റൽ നേച്ചറിന്, ഫണ്ടമെൻ്റൽ സിംറ്റംസിന് സാമ്യമുണ്ട്, സിമിലാരിറ്റി ഉണ്ട്. പക്ഷേ സൈക്കോസിൻ്റെ കാര്യത്തിൽ ആ ഒരു സിമിലാരിറ്റി ഇല്ല. ബട്ട് ഇറ്റ് ഈസ് നോട്ട് സിമിലർ ടു സൈക്കോസിസ്. അതുകൊണ്ട് ആസ്മ പോലുള്ള സൈക്കോട്ടിക് കണ്ടീഷനിൽ ആർസനിക്കിന് കൊടുക്കേണ്ടി വന്നാൽ കൊടുക്കാം, പക്ഷേ അതൊരു ഫണ്ടമെൻ്റൽ ഹീലിംഗ് നടക്കില്ല, താൽക്കാലിക ശമനം നടക്കുകയുള്ളൂ. അടുത്ത ഘട്ടത്തിൽ മറ്റു ഔഷധങ്ങൾ നോക്കേണ്ടി വരും. അതെന്താണെന്ന് ഇത് തുടർന്ന് പറയുന്നുണ്ട്. Arsenic does not go to the bottom of the trouble, but tuja and natron sulf will take up the work and cure. ആർസനിക്ക് ആ ട്രബിളിൻ്റെ ഫണ്ടമെൻ്റൽസിലേക്ക് പോകില്ല. പക്ഷേ എന്തൊക്കെയാണ് വരുന്നത്? തുജയും നാട്രൺ സൾഫും. ഇത് നാട്രൺ സൾഫ് ഇറ്റാലിക്സിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ തുജയേക്കാൾ കൂടുതൽ വാല്യൂ നാട്രൺ സൾഫിനുണ്ട്. അത് ഫണ്ടമെൻ്റൽസിലേക്ക് പോവുകയും അതിനെ ക്യൂർ ചെയ്യും. Natron sulf and tuja bring back the primitive manifestation that has been suppressed for years.
പ്രിമിറ്റീവ് മാനിഫെസ്റ്റേഷൻ. ആ വാക്ക് പ്രൈമറി എന്നോ ഫണ്ടമെൻ്റലിലോ എന്നോ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നോ അല്ല കെൻ്റ് പറയുന്നത്. കെൻ്റ് വാക്കുകൾ ഉപയോഗിക്കുന്നത് വളരെ ശ്രദ്ധാപൂർവമാണ്. ഇംഗ്ലീഷ് ഭാഷയെ നന്നായിട്ട് അറിഞ്ഞ മനുഷ്യനാണ്. പ്രിമിറ്റീവ് മാനിഫെസ്റ്റേഷൻ, വളരെ പ്രാചീനമായ കേട്ടോ ആ ഒരു അവസ്ഥയുടെ വളരെ പ്രാചീനമായ മാനിഫെസ്റ്റേഷനെ ബ്രിങ് ബാക്ക് ചെയ്യാൻ, തിരിച്ചു കൊണ്ടുവരുവാനും എങ്ങനെ കൊണ്ടുവരാൻ നിരവധി വർഷങ്ങളായി സപ്രസ് ചെയ്തു പോയ വളരെ പ്രാചീനമായ വളരെ ഫണ്ടമെൻ്റലായിട്ടുള്ള സിംറ്റംസിനെ തിരികെ കൊണ്ടുവന്ന് മാനിഫെസ്റ്റ് ചെയ്ത് ഒരു ഹീലിംഗ് നടത്താൻ നാച്ചുറൽ സെൽഫിനും തുജയ്ക്കും കഴിയും. ഇവിടെ നാച്ചുറൽ സെൽഫിന് ആദ്യമാണ് പറഞ്ഞിരിക്കുന്നത്, ഇറ്റാലിക്സിനാണ് പറഞ്ഞിരിക്കുന്നത് തുജ ഉണ്ടോ. അപ്പോൾ ഇങ്ങനെ നിരവധി വർഷങ്ങളായി സപ്രസ്ഡായി കിടക്കുന്ന ഇതേപോലുള്ള ആസ്മ പോലുള്ള കണ്ടീഷനിൽ നാച്ചുറൽ സെൽഫിനെയും തുജയെയും കുറിച്ച് ചിന്തിക്കണം. ഇവിടെ ഞാൻ മറ്റൊരു കാര്യം പറയാം. നാച്ചുറൽ സെൽഫ് നമ്മളുടെ ടിഷ്യൂ റെമഡീസിൽ 12 ബയോകെമിക്സിൽ വരുന്നതാണ്. അപ്പോൾ ഷൂസറുടെ 12 ടിഷ്യൂ റെമഡീസ് എന്നുള്ള പുസ്തകത്തിൽ നാച്ചുറൽ സെൽഫിനെ കുറിച്ച് വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. ഇത്തരം കാര്യങ്ങൾ പറയുന്നുണ്ട്. ഹൈഡ്രോജനോയിഡ് കോൺസ്റ്റിറ്റ്യൂഷൻസിൽ നാച്ചുറൽ സെൽഫ് ഉപകരിക്കും. ലങ്സ് പോലുള്ള ഭാഗങ്ങളിൽ കെട്ടിക്കിടക്കുന്ന വാട്ടർ മോളിക്യൂൾസിനെ പുറത്തേക്ക് കളഞ്ഞ് ഹീലിംഗ് നടത്താൻ നാച്ചുറൽ സെൽഫ് ബയോകെമിക് ആക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ കൂട്ടി വായിക്കണം. ഈ സീരീസിന് ശേഷം, ഈ പുസ്തകത്തിന് ശേഷം ഞാൻ ഷൂസറുടെ 12 ടിഷ്യൂ റെമഡീസ് എന്ന പുസ്തകത്തിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കതിനെക്കുറിച്ച് വിശദമായിട്ട് പറയാം. ഏതായാലും അങ്ങനെ വളരെ കോൺസ്റ്റിറ്റ്യൂഷനായിട്ടുള്ള വളരെ പ്രിമിറ്റീവ് മാനിഫെസ്റ്റേഷൻസ് ഉള്ള, സപ്രസ്ഡ് പ്രിമിറ്റീവ് മാനിഫെസ്റ്റേഷനുള്ള ആസ്മയിൽ നാച്ചുറൽ സെൽഫും തുജയുമാണ് വരുന്നത്. ആഴ്സനിക്കിന് വളരെ സൂപ്പർഫ്ലൂസ് ആക്ഷനേ ഉള്ളൂ. ഇനി തുജയുടെ വളരെ പ്രധാനപ്പെട്ട, വളരെ റൂട്ടീൻ യൂസിൽ വരുന്നൊരു കാര്യം പറയുന്നുണ്ട്. ദ ടെൻഡൻസി ഓഫ് ദ തുജ പേഷ്യൻ്റ് ഈസ് ടു ത്രോ ഔട്ട് വാട്ട് ലൈക്ക് എക്സ്ക്രീസൻസസ് which are soft and pulpy and very sensitive. The bone itch and bleed easily when rubbed by the clothing. തുജയെക്കുറിച്ച് പലപ്പോഴും പറയാനുള്ളത് ഈ അരിമ്പാറയ്ക്കുള്ളൊരു ഔഷധം. പക്ഷെ അത് പൊതുവായിട്ടല്ല. എങ്ങനെയുള്ള അരിമ്പാറകളാണെന്ന് എൻ്റെ വിശദീകരിക്കുന്നുണ്ട്. എങ്ങനെയാണ്? വാട്ട് ലൈക്ക് എക്സ്ക്രീസൻസ് which are soft, pulpy, very sensitive. The burn, itch and bleed easily when rubbed by the cloth. വസ്ത്രം ഉരസിയാൽ പോലും ബ്ലീഡ് ചെയ്യുന്ന വളരെ പൾപ്പി ആയിട്ടുള്ള, സോഫ്റ്റ് ആയിട്ടുള്ള, ബേണിംഗ് ഉള്ള, ചൊറിയലുകളുള്ള അത്തരം തരത്തിലുള്ള വാർഡ്സിനാണ് തുജ യോജിക്കുന്നത്. പിന്നീട് അതിനെക്കുറിച്ച് കൂടുതൽ വിശദമായിട്ട് പറയുന്നുണ്ട്. Horny excrescences that form on the hands and split open form upon a pedicle and crank around the base. ഇങ്ങനെ മുള്ളു പോലെ വരുന്ന വിരലുകളിലും ഈ കൈയുടെ ഉൾഭാഗങ്ങളിലും ഒക്കെ ഈ ജോയിൻസിലൊക്കെ ഇങ്ങനെ മുള്ളു പോലെ വരുന്ന, അല്ലെങ്കിൽ കൊമ്പ് പോലെ, ചെറിയൊരു കൊമ്പ് പോലെ വരുന്നുള്ള സാധനങ്ങൾ. അതിൻ്റെ ബേസ് ഇങ്ങനെ ക്രാക്ക് ചെയ്യുന്നു, ബേസിൻ്റെ ഫൗണ്ടേഷൻ ക്രാക്ക് ചെയ്യുന്നു, സ്പ്ലിറ്റ് ഓപ്പൺ, ഇങ്ങനെ പൊട്ടി ഇങ്ങനെ വിടരുന്നു. ഇങ്ങനെയുള്ള തരത്തിലുള്ള ഗ്രോത്തുകൾ. ഇനി മറ്റൊന്ന്, കോളിഫ്ലവർ എക്സ്ക്രീസൻസസ് അപ്പോൺ ദ സെർവിക്സ് യൂട്ടറി എബൌട്ട് ദ ഏനസ്. അപ്പോൾ അതിൻ്റെ കാര്യത്തിൽ ബ്രാക്കറ്റിൽ ലൈക്ക് നൈട്രിക് ആസിഡ്, ഏനസിലെ ഈ കോളിഫ്ലവറിലേക്ക് വളർച്ചകൾ നൈട്രിക് ആസിഡും വരുന്നുണ്ട്. എബൌട്ട് ദ ലാബിയ മജോറ ആൻഡ് മ്യൂക്കസ് മെംബ്രെയിൻസ് ജനറലി. പൊതുവെ മ്യൂക്കസ് മെംബ്രെയിൻസിലും ഇതേപോലുള്ള സെർവിക്സ് യൂട്ടറി, എയ്നസ്, ലാബിയ മജോറ ഇങ്ങനെയുള്ള ഭാഗങ്ങളിൽ വരുന്ന കോളിഫ്ലവർ ലൈക്ക് ഗ്രോസ്, ഇതൊക്കെയാണ് ടിപ്പിക്കൽ തുജ. അപ്പോൾ ഞാനിത് വായിക്കുമ്പോൾ ഓർമ്മ വരുന്നത് ഞങ്ങളുടെ നാട്ടിലുണ്ടായിരുന്ന, എൻ്റെയൊക്കെ ചെറുപ്പകാലത്തുണ്ടായിരുന്ന ഒരു ട്രാവലിംഗ് അമേച്ചർ ഹോമിയോപാത്ത്. അന്നത്തെ കാലത്ത് 70-കളിൽ 80-കളിലൊക്കെ, 80-കളുടെ തുടക്കത്തിലൊക്കെ
ക്വാളിഫൈഡ് ഹോമിയോപാത്സ് കേരളത്തിൻ്റെ ഗ്രാമങ്ങളിൽ കുറവായിരുന്നു. ഇന്ന് കൽക്കട്ടയിൽ പോയി ലൈസൻസ് ഷീറ്റ് എടുത്തവരുണ്ടായിരുന്നു. പിന്നെ DHMS വന്നു, അത് BHMS ഒക്കെ ആയിട്ട് മാറി. അതിന് മുമ്പ് കൂടുതലുണ്ടായിരുന്ന അമേച്ചർ ഹോമിയോപാത്സാണ്. അത് ചിലർ പുസ്തകങ്ങൾ വായിച്ച് പഠിച്ചും ഈ ലൈസൻസ് ഷീറ്റുള്ളവരുടെ അടുത്ത് കൂടെ പോയി ഇത് പഠിച്ചുമൊക്കെ വന്നവരുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ രാമസാറിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ചിലർ കമ്പൗണ്ടർമാരായിട്ട്, ഹോമിയോപ്പതി ഡോക്ടർമാരുടെ കമ്പൗണ്ടർമാരായിട്ട് നിന്ന് ചില പ്രയോഗങ്ങളൊക്കെ പഠിച്ചിട്ട് സ്വതന്ത്രമായിട്ട് ചികിത്സ തുടങ്ങിയിട്ട്. അപ്പോൾ ഈ ഞാൻ പറയുന്ന ഒരാളാണ്, അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. അദ്ദേഹം നമ്മുടെ പടിയാർ മെമ്മോറിയൽ ഹോമിയോപ്പതിക് മെഡിക്കൽ കോളേജിൻ്റെ സ്ഥാപകനായിട്ടുള്ള ഡോക്ടർ പടിയാറുടെ പ്രൈവറ്റ് ക്ലിനിക്കിലെ കമ്പൗണ്ടറായിട്ട് കുറേ കാലം വർക്ക് ചെയ്തതാണ്. അദ്ദേഹത്തിന് കുറേ മരുന്നുകൾ അറിയാം. പനി, ചൊറി, ചിരങ്ങ്, കൂടുതലും ഈ എപ്പിഡമിക്സ്, അത് ചിക്കൻ ബോക്സ്, വസൂരി, സ്മോൾ ബോക്സ് ഒക്കെ വന്നിരുന്ന കാലഘട്ടത്തിൽ, കോളറ, ഇതിനൊക്കെ ഇദ്ദേഹം ഇങ്ങനെ ഒരു സഞ്ചിയും തൂക്കി ഇങ്ങനെ നടക്കും, വീടുകൾ തോറും നടക്കും. അപ്പോൾ ഇദ്ദേഹത്തിനെ കാണുമ്പോൾ ആളുകൾ വിളിക്കും. കുട്ടികൾ, പ്രത്യേകിച്ചും കുട്ടികൾക്കുള്ള മരുന്നുകൾ, ചൊറി, ചിരങ്ങ്, പനി, ജലദോഷം, തുമ്മൽ, ചീറ്റൽ, വയറിളക്കം, ചിക്കൻ ബോക്സ് പോലുള്ള എപ്പിഡമിക്സ് വരുമ്പോഴാണ് ഇവർക്ക് വളരെയധികം ഇവരുടെ സേവനം ആവശ്യമായിട്ട് വരുന്നത്. അവർക്കിത് പകരില്ല, അവർ പ്രതിരോധ മരുന്ന് എടുത്തിട്ടാണ് പോകുന്നത്. വേറെ ആരും ഇല്ലാത്തവരെങ്കിൽ ഇത് എല്ലാ ദിവസവും വന്ന് ഈ രോഗികളെ പരിചരിക്കുകയും അവർക്ക് മരുന്ന് കൊടുക്കുകയും ചെയ്യും. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ട്രാവലിംഗ് അമേച്ചർ ഹോമിയോപാത്ത് അദ്ദേഹത്തിൻ്റെ പെക്യുലറായിട്ട് കേട്ടിരുന്നത് അരിമ്പാറക്കുള്ള ചികിത്സ. എൻ്റെ ചെറുപ്പത്തിൽ ഞങ്ങളുടെ അടുത്തൊരാൾ, അദ്ദേഹത്തിൻ്റെ മുഖത്തൊക്കെ അരിമ്പാറ ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് വിവാഹമായി കഴിഞ്ഞപ്പോൾ വിവാഹത്തിനും എങ്ങനെയെങ്കിലും ഇത് മാറ്റണമെന്ന വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. പലതരം ചികിത്സകൾ ചെയ്തു. എവിടെയൊക്കെ കരിച്ചു കളയുന്ന, തമിഴ്നാട്ടിലെവിടെയൊക്കെ പോയി ഇത് കരിച്ചു കളയുന്ന ചികിത്സകൾ ചെയ്തു. അത് വീണ്ടും വരും. അപ്പോൾ ഇദ്ദേഹത്തിനോട് ആരോ പറഞ്ഞിട്ട് വിവാഹത്തിൻ്റെ തലേന്ന് ഈ ട്രാവലിംഗ് ഹോമിയോപാത്തിനെ വീട്ടിൽ വരുത്തുകയോ പോയി കാണുകയോ വേണ്ടി ചെയ്തു. അദ്ദേഹം ഒറ്റ ഡോസ് മരുന്നേ കൊടുത്തുള്ളതാണ്. ഏതായാലും പിറ്റേന്ന് നേരം വെളുത്തപ്പോൾ, വിവാഹത്തിന് അന്ന് നേരം വെളുത്തപ്പോൾ ഈ അരിമാറകളെല്ലാം പൊഴിഞ്ഞുപോയി. ഞാനത് കണ്ടതാണ്. അപ്പോൾ ഇത് വളരെ ഞങ്ങൾക്കൊരു മിറക്കിൾസായിട്ട് തോന്നിയിരുന്നു. പിന്നീട് ഞാൻ ഹോമിയോപ്പതിയൊക്കെ പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തെ തേടി ചെന്നു. അദ്ദേഹം ഒന്നങ്ങനെ പ്രായമായി നടക്കാനൊക്കെ നിവൃത്തിയില്ലാത്തൊരവസ്ഥയാണ്. ഇതിന് വീട് തേടി ചെന്നു, സംസാരിച്ചു, ഈ കാര്യമൊക്കെ പറഞ്ഞു. അദ്ദേഹം പുസ്തകങ്ങളൊന്നും ഇദ്ദേഹം വായിച്ചിട്ടില്ല. ഇദ്ദേഹം ഡോക്ടർ പടിയാരിൽ നിന്ന് കേട്ടതും കണ്ടതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പോൾ ഞാൻ ചോദിച്ചു, ഈ അരിമ്പാറയ്ക്ക് എന്ത് ചികിത്സയാണ് ഒറ്റ ഡോസാണ് വന്ന് കൊടുത്തത്, എന്ത് മരുന്നാണ് കൊടുത്തത് ചോദിച്ചപ്പോൾ അത് 2000 വളരെ ഒരു ട്രിവിയലായിട്ട് വിളിക്കുന്നത് 2000 തുജാവണ്ണം. ഞാൻ ചോദിച്ചു, ഇത് എല്ലാ കേസിനും ഇത് ഉപകരിക്കുമോ? അദ്ദേഹം പറഞ്ഞത് ഒട്ടുമിക്ക കേസിനും, പുള്ളി കൊടുത്ത കേസുകളിൽ ഒരു 3/4 പങ്കിലും ഒറ്റ ഡോസ് തുജാവണ്ണം കൊണ്ട് മാറിയിരുന്നതാണ്. അപ്പോൾ 3/4 പങ്ക് കേസ് മാറാൻ കാരണം എല്ലാത്തരം വാർഡ്സ് കവർ ചെയ്യുന്നില്ല. അത് കവർ ചെയ്യുന്ന തരം വാർഡ്സ് ആണെങ്കിൽ അത് മാറുമായിരുന്നിരിക്കണം. അത് അന്ന് നടന്നിരുന്നൊരു കാര്യമാണ്. അതിനെക്കുറിച്ച് അധികാരമായിട്ടല്ല ഞാൻ ഈ പറയുന്നത്, നാട്ടിൽ കണ്ടിട്ടുള്ളൊരു കാര്യമാണ്. Warts of a brownish color, especially if upon the abdomen, great brown spots like liver spots form upon the abdomen. അപ്പോൾ ബ്രൗണിഷ് കളറുള്ള വാട്സ്, വിശേഷം അടിവയറിലുള്ളത്, അതുകൂടാതെ വലിയ ഗ്രേറ്റ് ബ്രൗൺ സ്പോട്സ്, ഒരു അരിമ്പാറ പോലുള്ള ഗ്രോത്ത് അല്ലെങ്കിലും വലിയ സ്പോട്സ് പോലുള്ള ബ്രൗണിഷ് കളറുള്ളത്, ലിവർ സ്പോട്സ് പോലുള്ളത്, ഇങ്ങനെയുള്ള ധാരാളം പേര് നമുക്ക് കാണാൻ സാധിക്കും. പ്രത്യേകിച്ചും ഫെയർ കോംപ്ലക്ഷനുള്ളവരുടെ ഈ ലിവർ ലൈക്ക് സ്പോട്സ് പലരിലും കണ്ടിട്ടുണ്ട്. അത് അബ്ഡോമിനിലാണ് കൂടുതലും. അതിനെയും തുജ കവർ ചെയ്യും. തുജ വളരെ പ്രധാനപ്പെട്ട ഒരു ആൻറ്റിസൈക്കോട്ടിക് റെമഡിയാണ്. ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ നമുക്ക് കേൾക്കാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ദിസ് സീരീസ്. താങ്ക് യു.